തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളൊക്കെ അതിൻ്റെ വിൽപ്പന അതൊക്കെ അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. നഗരഗ്രാമങ്ങൾ എന്നൊരു വ്യത്യാസമില്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡൊക്കെ കൂടിയത്. ഫ്ലെക്സിന് നിരോധനമുണ്ട്. അതുകൊണ്ട് പുതിയ തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെയാണ് ആവശ്യക്കാർ കൂടുതൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇനി ഓളമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ വിൽപ്പനയ്ക്കും ചൂടുപിടിച്ചു. ഫ്ലക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറഗേറ്റഡ് ബോർഡുകളാണ് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന മുഖവുമായി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മുൻപിലെത്തുന്നത്. കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുമെന്നതും നല്ല ഫിനിഷിംഗ് ഉണ്ടാകുമെന്നതുമാണ് ഈ ബോർഡിന്റെ പ്രത്യേകത. വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളും മറ്റും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും വിലക്കുറവിൽ ലഭ്യമാണെന്നതിനാൽ ഇത് സ്വന്തമാക്കാനുള്ള തിരക്കിലാണ് പ്രവർത്തകർ. പാർട്ടികളുടെ കൊടികളുടെ മാതൃകയിലും ചിഹ്നങ്ങളും അടങ്ങിയ ഹെഡ് ബാൻഡ്, റിസ്റ്റ് ബാൻഡ്, പുതിയ തരം തൊപ്പികൾ എന്നിവയും ഇത്തരം കടകളിൽ ലഭ്യമാണ്. വെറൈറ്റികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ചെസ്റ്റ് ബാഡ്ജ് എന്ന് പറഞ്ഞാല് വിലക്കുറവുള്ള നല്ല UV മെറ്റീരിയൽസ്, അതുപോലെ അതിന് ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ്, ഒരു പ്ലാസ്റ്റിക് മിക്സും ഇല്ലാതെ ഈ ബോർഡ് വളരെ ചീപ്പ് റേറ്റിന് നമ്മൾ നൽകും. അത് പുതിയൊരു വെറൈറ്റി ഐറ്റമാണ്, ഈ വർഷം ഇറങ്ങിയതാണ്. സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും നൽകാൻ സ്വന്തം ഫോട്ടോയും ചിഹ്നവും പ്രിന്റ് ചെയ്ത കീ ചെയിനുകളും ഒരുക്കി നൽകുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക തള്ളുന്ന അവസാന ദിവസം മുതൽ പ്രചാരണത്തിന് കേവലം 15 ദിവസം മാത്രമേ ഉള്ളൂവെങ്കിലും പ്രചരണം കൊഴിപ്പിക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികളും. അമൃത ന്യൂസ്, കോഴിക്കോട്.